ഇങ്ങനെ വിട്ടാ പറ്റില്ല. വക്കീലിനെ പോലും ഭീഷണിപ്പെടുത്താൻ മാത്രം അവക്ക് അത്രയ്ക്ക് ധൈര്യോ? വക്കീൽ വന്നേ, അവളുടെ വീട്ടിൽ പോയത് ചോദിക്കണം. സച്ചി ബഹളം വെക്കാതെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇതിനുള്ള മറുപടി അവക്ക് കൊടുത്തേ പറ്റൂ. വക്കീൽ വാ. സച്ചി, എന്നോട് എന്തെങ്കിലും പറഞ്ഞ പോലെ ഞാനത് ക്ഷമിക്കും. പക്ഷേ എന്റെ വക്കീലിനെ ഭീഷണിപ്പെടുത്തിയാ അത് ഞാൻ സഹിക്കില്ല. സച്ചി, ഇപ്പൊ ചോദിക്കാനൊന്നും പോണ്ട. പിന്നെ കണ്ടില്ലെന്നടിച്ച് ഇത് വെറുതെ വിടാനോ? ഇന്ന് വണ്ടി അടിച്ച് കൊല്ലാൻ നോക്കി. നാളെ ഒരു പക്ഷെ അത് ചെയ്താലോ? കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്കൊരു പേടിയുമില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ട്. നാളെ വക്കീലിന് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങളല്ലേ അതിന് സമാധാനം പറയേണ്ടത്? സച്ചി, കയ്യങ്കളിയിലൂടെ അല്ല ഇത് നേരിടേണ്ടത്, നിയമപരമായി തന്നെ നേരിടണം. എങ്ങനെ? കോടതി എന്താന്നാ സച്ചിയുടെ വിചാരം? ഏതെങ്കിലും ഒരു പ്രതി എതിർഭാഗം വക്കീലിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നതേ കോടതി ഗൗരവമായിട്ട് തന്നെ കാണും. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് കേസെടുക്കാം. ഞാനൊരു പരാതി കൊടുത്താ നാളെ അവന്തിക അകത്താ. പിന്നെന്തിനാ താമസിക്കുന്നേ? ഇപ്പൊ തന്നെ പരാതി കൊടുക്കണം വക്കീലെ. ഇതൊന്നും അങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. വാണിംഗ് അപ്പൊ കൊടുക്കണം. ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് സച്ചി. ഈ കേസിൽ ഞാൻ അവന്തികയെ കോടതിയിൽ വിസ്തരിക്കുന്ന ദിവസം വരട്ടെ. എന്നെ ഭീഷണിപ്പെടുത്തിയതിന് ഞാൻ അന്ന് അവർക്ക് കൊടുത്തോളാം. ഇക്കാര്യം ഗോകുൽ സാറിനെ അറിയിക്കണ്ടേ? വേണ്ട, സാറിന് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. എന്നാലും എനിക്കിതങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. വക്കീൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഒന്നും പറ്റിയില്ലല്ലോ സച്ചി.